ഹലോ നമസ്കാരം, ആർ ടി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം LBSൻ്റെ BSc നേഴ്സിംഗ് പാരാമെഡിക്കൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള പലവിധമായ സംശയങ്ങളാണ്. അതായത് LBSൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ്, BSc നേഴ്സിംഗ് പഠിക്കാനായി എത്ര ഫീസ് വിദ്യാർത്ഥികൾ നൽകേണ്ടി വരും, അതുപോലെ ഇൻഡെക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതുപോലെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എത്രയായിരിക്കും, എനിക്ക് അഡ്മിഷൻ ലഭിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിളിച്ച് ചോദിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ച് ആദ്യം നമുക്ക് സംസാരിക്കാം. അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ LBSൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നുള്ളത് കുറച്ച് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അതായത് ആദ്യം ഇപ്പോൾ നടക്കുന്ന അപ്ലിക്കേഷൻ ക്ഷണിക്കുന്നു. നിങ്ങൾ ഫീസ് അടച്ചുകൊണ്ട് അപ്ലിക്കേഷൻ സമർപ്പിക്കാം. നിങ്ങളുടെ വിത്ത് സർട്ടിഫിക്കറ്റുകൾ, എങ്ങനെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം, ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കണം എന്നതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ സർട്ടിഫിക്കറ്റുകളെല്ലാം നൽകി LBSൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ സമർപ്പിക്കുന്നു. ഇത് കഴിഞ്ഞ് LBSൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ കൊടുത്ത രേഖകളെല്ലാം വെരിഫൈ ചെയ്യുക, മാർക്ക് ലിസ്റ്റുകളെല്ലാം വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അവരത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റുകൾ വാലിഡിറ്റിയിൽ തെറ്റുണ്ടെങ്കിൽ, നിങ്ങൾ മാർക്കിലോ എന്തെങ്കിലും ക്ലാരിറ്റി വരുത്താനുണ്ടെങ്കിൽ LBS എന്ത് ചെയ്യും, ഒരു സമയം തരും. അത് വെബ്സൈറ്റിലൂടെ നിങ്ങളെ അറിയിക്കും. നിങ്ങൾക്ക് തിരുത്താനോ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനോ ഉള്ള സമയം തരും. അങ്ങനെയുള്ള ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ബാക്കി പ്രോസസ്സുകളാണ്. അതായത് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാനുള്ള സമയം തരും. അതായത് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിന് എടുക്കുകയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 2 കോഴ്സുകളാണ് എനിക്ക് ഓപ്ഷൻ നൽകേണ്ടത് എന്ന് വിചാരിക്കുക. ഓപ്ഷൻ നൽകേണ്ടത് ആദ്യത്തേത് BSc നേഴ്സിംഗ്, അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് BSc നേഴ്സിംഗ്, അതൊരു ഓപ്ഷനാണ്. അതേ മെഡിക്കൽ കോളേജിൽ തന്നെ എനിക്ക് നേഴ്സിംഗ് അല്ല, തൊട്ടടുത്ത ഓപ്ഷൻ MLT ആണ്, BSc MLT ആണ് വേണ്ടതുണ്ടെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് BSc MLT കോഴ്സ്, അത് രണ്ടാമത്തെ ഓപ്ഷൻ. ഇങ്ങനെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് നൽകാനായിട്ടുള്ള സമയം തരും. ഈ ഓപ്ഷനുകൾ നൽകുക എന്നുള്ളത് വളരെ സങ്കീർണമായ പ്രോസസ്സാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. നിങ്ങൾ പലരും അക്ഷയ സെൻറ്ററിൽ പോയി അവിടെ എത്തി കോളേജിൻ്റെ ലിസ്റ്റ് എടുത്ത് നിങ്ങൾ കൊടുക്കുന്നതെന്നല്ല. ഓപ്ഷനുകൾ കൊടുക്കുമ്പോൾ ഒരു ട്രിക്കുണ്ട്. നമ്മൾ എങ്ങനെയാണോ കൊടുക്കേണ്ടതെന്നുള്ളത് ആദ്യമേ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 40 50 നമുക്ക് എത്രയാണോ ഓപ്ഷൻ വേണ്ടത് അത്രയും ഓപ്ഷനെ കുറിച്ച്, കോളേജിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും ഏകദേശം ഒരു ധാരണ കിട്ടാൻ സാധ്യതയുള്ളതിനനുസരിച്ച് നമ്മളിങ്ങനെ ഏതാണ് എനിക്ക് ഏറ്റവും ടോപ്പിൽ കിട്ടേണ്ടത് എന്നുള്ളത് അങ്ങ് ടോപ്പിൽ കൊടുത്ത് അതിന് ഓർഡറിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഓപ്ഷൻ ലഭിക്കുക. പിന്നീടുള്ള അടുത്ത ഘട്ടം LBSൻ്റെ ട്രയൽ അലോട്ട്മെൻ്റ് ആണ്. ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ഈ അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സ്ഥലത്ത് ഏത് കോഴ്സിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. ട്രയൽ അലോട്ട്മെൻറ്റിലൂടെ ആദ്യം അത് 1-2 ദിവസം, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ തൊട്ട് മുമ്പായിരിക്കും ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. പിന്നീടാണ് ആദ്യ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ആദ്യ അലോട്ട്മെൻറ്റിൽ നമ്മൾ കിട്ടുന്നത്, സപ്പോസ് ഞാനൊരു 40 ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. എനിക്ക് ആ 20ാമത്തെ ഓപ്ഷനിലാണ് എനിക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ആ കോളേജ് വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീസ് അടയ്ക്കുന്നു. ഒരു ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടി വരും. എത്രയാണ് ഫീസ് അടയ്ക്കേണ്ടതെന്നതിനെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് പറയാം. ടോക്കൺ ഫീസ് എത്ര വരും എന്നുള്ളത് ആ സമയത്ത് പറയാം. ഒരു ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടി വരും. നമ്മൾ ആ കോളേജിൽ പോകുന്നു, ജോയിൻ ചെയ്യുന്നു. പിന്നീടുള്ള ഓപ്ഷൻ, അടുത്ത അലോട്ട്മെൻറ്റിൽ എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഓപ്ഷൻസ് ഞാൻ കട്ട് ചെയ്യുന്നു. അല്ല, എനിക്ക് മുകളിലുള്ള ഓപ്ഷനാണ് എനിക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ എനിക്ക് ജോയിൻ ചെയ്യണമെന്നില്ല. ആ സമയത്ത് അതിൻ്റെതായ നിർദ്ദേശങ്ങൾ കൃത്യമായി LBS തരുന്നതായിരിക്കും. എനിക്ക് മുകളിലുള്ള ഓപ്ഷനിലേക്ക് പോകാനുള്ള അവസരമുണ്ടായിരിക്കും. അങ്ങനെയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. അങ്ങനെ 2ാം ഘട്ട അലോട്ട്മെൻറ്റ്, 3ാം ഘട്ട അലോട്ട്മെൻറ്റ് വരെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടും ഒഴിവുകളുണ്ട്. സ്പോട്ട് അഡ്മിഷൻ വഴി ഒഴിവുകൾ നികത്താറുണ്ട്. ഇങ്ങനെയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ കൊടുക്കാനുള്ള സമയം LBSൻ്റെ വെബ്സൈറ്റിലുണ്ടാകും. ആ സമയത്ത് എങ്ങനെ ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ തുടർന്ന് നമ്മൾ ചെയ്യുന്നതാണ്. ആ സമയത്ത് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത്രയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് പല വിദ്യാർത്ഥികളുടെ സംശയം എത്ര ഫീസ് അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈ വർഷത്തെ ഫീസിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ലെങ്കിലും കഴിഞ്ഞ വർഷം അല്ല അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിൽ നടന്ന ഒരു ഫീസിൻ്റെ സ്ട്രക്ചർ ഞാൻ ഏതാണ്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിൽ ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ഗവൺമെൻറ് കോളേജിലാണ് എന്നുണ്ടെങ്കിൽ 2024 ഫീസ് ആണ് ഞാൻ പറയുന്നത്. ഗവൺമെൻറ് ഫീസ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീ ആണ് ഞാൻ പറയുന്നത്. ട്യൂഷൻ ഫീ വരുന്നത് 23,170 രൂപ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടി വരും. അത് ട്യൂഷൻ ഫീ മാത്രമാണ് എന്ന് ഓർക്കുക. പിന്നെ PTA വരും, SNA ഫണ്ട് ഫീസ്, ഇങ്ങനെയുള്ള കോഷൻ ഡെപ്പോസിറ്റ് ഏതാണ്ട് ഒരു 10,000 രൂപയോളം മാറും. കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റീഫണ്ടബിൾ
എമൗണ്ടാണ്. നിങ്ങൾക്ക് 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു തരുന്ന കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്, പിന്നെ PTA ഫീസ്, പിന്നെ യൂണിയൻ ഫീസ്, ഇങ്ങനെയൊക്കെയുള്ള ചില ഫീസുകൾ ഒരു 5000 രൂപയോളം അതും വരാൻ ചാൻസ് ഉണ്ട്. PTA ഫീസ് തന്നെ ചില കോളേജുകൾ 5000 രൂപ വരെ വാങ്ങും. പിന്നെ മറ്റ് ചില ഫീസും ചെറിയ ചെറിയ ഫീസുകളും അത് വരാൻ ചാൻസ് ഉണ്ട്. ഒരു വർഷത്തേക്കാണ് ട്യൂഷൻ ഫീ 23,170 രൂപ വരുന്നത്. കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഹോസ്റ്റൽ ഫീസ് എന്ന് വരും. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഏതാണ്ട് ഒരു 4000 മുതൽ 5000 രൂപ വരെ ഹോസ്റ്റൽ ഫീ വരുമെന്നാണ് അറിയുക. അപ്പോൾ പല ഹോസ്റ്റലിലും നിങ്ങളുടെ ഫുഡ് സെലക്ഷൻ അനുസരിച്ച് പല മാറ്റങ്ങൾ വന്നേക്കാം. 4000 രൂപ ആവറേജ് 4000 രൂപ മുതൽ 5000 രൂപ വരെ അത് വന്നേക്കാം. അത് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു വർഷത്തെ കണക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി LBSൻ്റെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ എത്ര ട്യൂഷൻ ഫീ വരും എന്നുള്ളതാണ് അടുത്തത്. മാനേജ്മെൻറ്റ് കോട്ടയിലെ ട്യൂഷൻ ഫീ വരുന്നത് 73,025 രൂപയാണ്. 73,025 രൂപയാണ് ട്യൂഷൻ ഫീ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ടോക്കൺ ഫീ അടയ്ക്കേണ്ട കാര്യം. നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ 25,000 രൂപ ടോക്കൺ ഫീ ആദ്യം അടയ്ക്കേണ്ടി വരും. 25,000 രൂപ ടോക്കൺ ഫീ അടയ്ക്കേണ്ടി വരും. അത് ഗവൺമെൻറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അടയ്ക്കേണ്ട 23,170 ആയിരിക്കും ടോക്കൺ ഫീ അടയ്ക്കേണ്ടത്. നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഇനി ടോക്കൺ ഫീ അടയ്ക്കേണ്ടി വരില്ല. ഈ ടോക്കൺ ഫീ ഉള്ളതുകൊണ്ട് അത് കഴിച്ചിട്ട് ബാക്കിയുള്ള ഫീസായിരിക്കും അടയ്ക്കേണ്ടി വരിക. മാനേജ്മെൻറ്റ് കോട്ടയിലുള്ള ഫീസുകളിൽ സ്പെഷ്യൽ ഫീ എന്ന് പറഞ്ഞൊരു ഫീ വരുന്നത് അഫിലിയേഷൻ, ലാബ്, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റിയൊക്കെ ഉൾപ്പെടുന്നു തോന്നുന്നു. അതിൽ ഏതാണ്ട് 23,300 രൂപയോളം ആ ഫീസും വരുന്നുണ്ട്. 23,300 രൂപയോളം അതും വരുന്നുണ്ട്. അത് നിങ്ങൾ ടോട്ടൽ അവിടെ പിന്നെ കോഷൻ ഡെപ്പോസിറ്റ് ഇതൊക്കെ പുറമേയും വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫീസുകൾ 73,125 പിന്നെ 23,300 പിന്നെ PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ്, മറ്റ് ഫീസുകളും വരുന്നതായിരിക്കും. ഇത്രയാണ് ഫീസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് സീറ്റിലാണെങ്കിൽ ട്യൂഷൻ ഫീ 23,170, മാനേജ്മെൻറ്റ് കോട്ടയിലാണ് 73,025 ഫീസുകൾ വരും. ഇനി NRIയുടെ കേസിലുള്ള ഫീസുകളെ കുറിച്ചാണ് പറയുന്നത്. NRIയിൽ ട്യൂഷൻ ഫീ 95,000 രൂപയാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്പെഷ്യൽ ഫീ 23,300, പിന്നെ ഒരു റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ചിലപ്പോൾ NRI സീറ്റിന് അവർ വാങ്ങുന്നുണ്ടായിരിക്കും. പിന്നെ മാനേജ്മെൻറ്റ് കോളേജിലുള്ള സെൽഫ് ഫൈനാൻസിങ് സീറ്റുകളെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് പല കോളേജിലും അതായത് മാനേജ്മെൻറ്റുകൾ തീരുമാനിക്കുന്ന പല ഫീസുകളും വരുന്നുണ്ട്. ചിലർ ഡൊണേഷൻ വാങ്ങുന്നവരുണ്ട്. അതൊക്കെ ആ രീതിയിൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും. അത്തരം ഫീസുകളുടെ കുറിച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നല്ലത്. ഇനി അടുത്തതാണ് ഇൻഡെക്സ്. ഇൻഡെക്സ് നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കും. ഇൻഡെക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. LBSന് മെറിറ്റ് സീറ്റിലേക്കുള്ള ഇൻഡെക്സ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 300 ആണ്. 300 ആണ് ഇൻഡെക്സ് മാക്സിമം. അതായത് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ ലഭിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 120 ഓരോ വിഷയങ്ങളിൽ മാർക്ക് വരുന്നത്. അപ്പോൾ ടോട്ടൽ 360 മാർക്ക് വരും. 120 ടോട്ടൽ മാർക്ക് 120, 360. അതിനെ 300ലേക്ക് മാറ്റണം. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനെ ടോട്ടൽ ചെയ്യുക. ആദ്യം ആഡ് ചെയ്യുക. ഫിസിക്സും കെമിസ്ട്രിക്കും ബയോളജിയും കിട്ടിയ മാർക്കിനെ ആഡ് ചെയ്യുക. അതിനെ 360 കൊണ്ട് ഹരിക്കുക. നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 360/360 വരും. അപ്പോൾ 1 എന്ന് കിട്ടും. അതിനെ 300 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന മാർക്കാണ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനെ 3നെയും ആഡ് ചെയ്യുക. സെക്കൻഡ് ഇയർ മാർക്കിനെ ആഡ് ചെയ്യുക. അതിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 300 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന മാർക്കാണ് നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക്. അങ്ങനെയാണ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ CBSE ICSE ആണ് അവർക്ക് 100-ൽ തന്നെയാണ് മാർക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് 3 സബ്ജക്റ്റ് അങ്ങ് ആഡ് ചെയ്താൽ മതി. മറ്റ് പല ഇതിലും ഇംഗ്ലീഷിൻ്റെ മാർക്ക് കൂടി വരുന്നുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതും കൂടി ആഡ് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെയാണ് നിങ്ങൾ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കും. പിന്നീടാണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫിനെക്കുറിച്ച്. എക്സ്പെക്റ്റഡ് കട്ട് ഓഫിനെക്കുറിച്ച് പല രക്ഷിതാക്കളും പല വിദ്യാർത്ഥികളും പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ടല്ലോ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഇത്രയേ വരുന്നുള്ളൂ, കട്ട് ഓഫ് ഇത്രയായിരിക്കും, ഇങ്ങനെയായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കറക്റ്റ് ആയിരിക്കണം എന്നില്ല. കാരണം അപേക്ഷകൾ തന്നെ എത്ര വരും എന്നുള്ളതിൻ്റെ ഒരു ധാരണ ഇപ്പോൾ ആയിട്ടില്ല. അപേക്ഷകൾ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് കഴിഞ്ഞ വർഷത്തോളം 60,000-നും 70,000-നും ഇടയിൽ അപേക്ഷകൾ വന്നിട്ടുണ്ട്. 60,000-ൽ കൂടുതൽ അപേക്ഷകൾ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അതിലേക്ക് എത്തിയിട്ടില്ല. അപേക്ഷകൾ എത്രത്തോളം വരും? പിന്നെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫുൾ മാർക്കുള്ള കുട്ടികളുണ്ട്, അതിൽ കുറച്ച് കുറവുകളുണ്ട്. ഈ വർഷത്തെ ഒരു സാഹചര്യം വെച്ച്, എൻ്റെ ഒരു പരിമിതമായ അറിവുകൾ വെച്ച്, പരിചയത്തിൽ നിന്നുള്ള കുട്ടികൾ വെച്ച് പലർക്കും എക്സാം കുറച്ച് ടഫായിരുന്നു എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എക്സാമിൽ മാർക്ക് കട്ട് ഓഫ് കുറച്ച് താഴാൻ സാധ്യതയില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്.
സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു സാധ്യത മാത്രമാണ്, അതൊരു ഉറപ്പിച്ചിട്ട് കാര്യമല്ല, ഒരു സാധ്യത മാത്രമാണ്. അതായത് കട്ട് ഓഫ് താഴാൻ സാധ്യതയില്ലേ എന്നുള്ള ചോദ്യത്തിന് ചിലപ്പോൾ കുറച്ച് കട്ട് ഓഫ് താഴാൻ സാധ്യതയുണ്ട് എന്ന് പലരും പറയുന്നു. ആ പ്രഡിക്ഷൻ മാത്രമേ ഇത്ര എക്സ്പെക്റ്റഡ് കട്ട് ഓഫിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റുകയുള്ളൂ. ഇന്ന സീറ്റിന് ഇന്ന സ്ഥലത്ത് കിട്ടുമോ എന്നുള്ളത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് നമ്മൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ തുടക്കത്തിൽ മാത്രം. കഴിഞ്ഞ വർഷം 295 മുകളിലുള്ളവർക്കൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അലോട്ട്മെൻറ്റ് വന്നു എന്ന് പറയുന്നത്. ചിലർ ജോയിൻ ചെയ്തിട്ടില്ല, ചിലർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു നമുക്കിപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മാത്രം നിങ്ങളോട് മുന്നോട്ട് വയ്ക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ ആർക്കും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം. അതുകൊണ്ട് ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.